നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു പഴമാണ് പേരയ്ക്ക. നമ്മുടെ വീട്ടുവളപ്പിൽ പേരമരങ്ങൾ ധാരാളമുണ്ട്. അത് കൂടുതൽ കായ്ക്കാൻ നമ്മൾ എന്തെല്ലാം പരിപാലന മുറകളാണ് അതിൽ ചെയ്യേണ്ടത്. കായ്പിടുത്തം കൂടുന്നതിനുള്ള ചില ഉപാധികളുണ്ട്. അതെന്തെല്ലാമാണ് അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഫലമാണ് പേരയ്ക്ക. പേര കായ്ക്കുന്നില്ല എന്നാൽ പൊതുവേ ഉള്ള ഒരു പരാതിയാണ്. പരിപാലന മുറകൾ മെച്ചപ്പെടുത്തിയാൽ കായ്പിടുത്തം പേരയിൽ ധാരാളമായി വർദ്ധിക്കും. വിളവെടുപ്പിന് ശേഷം എല്ലാ വർഷവും പേരയുടെ കമ്പുകൾ മുറിക്കുകയും മുറിവുകളിൽ 100 ഗ്രാം കോപ്പർ ഓക്സോക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് പുരട്ടിക്കൊടുക്കുകയും ചെയ്താൽ 1 വർഷം പ്രായമായ കമ്പുകളിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കൂടുതൽ പേരയ്ക്ക ഉണ്ടാക്കുന്നതിന് ഇത് സഹായിക്കും. കൊമ്പുകൾ മുറിക്കുന്നത് അടുത്ത വർഷം കായ്ഫലം കൂടുന്നതിന് കാരണമാണ്. മഴയ്ക്ക് മുമ്പ് പേരയുടെ തടം ചെറുതായി കൊത്തിക്കിളച്ച് 20 മുതൽ 25 കിലോ ജൈവവളം, 1/2 കിലോ എല്ലുപൊടി, 1/4 കിലോ വേപ്പും പിണ്ണാക്ക് ഇവ ആ തടത്തിലിട്ട് ആ തടം മൂടണം. കായ്കൾ വലുതായ പേരയ്ക്ക കവറിട്ട് മൂടി സംരക്ഷിക്കുകയാണെങ്കിൽ കീടാക്രമണങ്ങളിൽ നിന്നും കിളികൾ, അണ്ണാൻ തുടങ്ങിയ ജീവികളിൽ നിന്നുമുള്ള ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. നല്ല വലിപ്പവും നിലവാരവുമുള്ള പഴങ്ങൾ അപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ചെറിയ കണ്ണിയകലമുള്ള വലകൾ ഉപയോഗിച്ച് പേരമരം മൂടിയിട്ടാലും നല്ല കായ്ഫലം കിട്ടും. ടെറസുകളിൽ വളർത്തുവാൻ ലെയർ ചെയ്ത പേരമരങ്ങളാണ് നല്ലത്. സ്ഥലപരിമിതി ഇല്ലാത്തവർ തായ്ച്ചെടിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഇനങ്ങൾ നിലത്ത് നട്ടുവളർത്തുന്നത് നല്ലതാണ്. ഗ്രാഫ്റ്റ് പേരമരങ്ങൾ നട്ടുവളർത്തുമ്പോൾ 2-ാം വർഷം മുതൽ തന്നെ കൊമ്പുകോതൽ ചെയ്യുകയാണെങ്കിൽ വർഷത്തിന് നല്ല ഭംഗി കിട്ടുകയും അതിൻ്റെ തൊട്ടടുത്ത വർഷം മുതൽ എല്ലാ വർഷവും ഫലം എടുക്കുകയും സാധിക്കും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗം നടത്തുക എന്നത് കായ്ഫലം കൂട്ടാനും ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനും വളരെ നല്ലതാണ്. ജൈവവളം 25 കിലോ വീതം 2 മഴയ്ക്ക് മുമ്പ് നൽകുന്നതോടൊപ്പം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥൂല മൂലകങ്ങളുടെ സന്തുലിതമായ ഉപയോഗം വിളവ് വർദ്ധിപ്പിക്കും. തുള്ളി നനയിലൂടെ ജലസേചനം വേനൽക്കാലത്ത് നൽകിയാൽ ഉൽപ്പാദനം ഇരട്ടിയാക്കുവാനും സാധിക്കും. ഓരോ വീട്ടിലും നട്ടുവളർത്തേണ്ട ഒരു പഴവർഗ്ഗമാണ് പേര. എല്ലാവരും നല്ല പരിപാലന മുറകൾ മെച്ചപ്പെടുത്തി നല്ല പോഷകസമൃദ്ധമായ പേരയ്ക്കകൾ ലഭിക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നത് നല്ലതാണ്. ഈ ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.